ഹായ് കൂട്ടുകാരെ, ജയാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ ആനച്ചവൻ പ്ലാന്റ് സ്റ്റം കട്ട് ചെയ്ത് പിടിപ്പിച്ചത് പോട്ട് ചെയ്യുന്ന വിധമൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇന്നൊരു ആനച്ചവൻ പ്ലാന്റ് മുറിക്കുന്നതും അതിൻ്റെ സ്റ്റം ഏതാണെന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ്. വേരോടുകൂടി എടുത്താണ്. ഈ ഭാഗമാണ് സ്റ്റം കേട്ടോ. ഇതാണ് സ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് മുറിക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയാണ്. നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയതാണ്, അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പ്ലാന്റ് ഒന്നുകൂടെ കണ്ടോ എല്ലാവരും കേട്ടോ. ആനച്ചവൻ പ്ലാന്റ് മാഗ്നിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാം. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ ഇതിനുണ്ടെന്ന് കുറച്ച് വേര് വെച്ചിട്ട് വേണം മുറിക്കാണ്ട്. പിന്നെ കൂട്ടുകാരെ, ഞാൻ വീഡിയോ ഒക്കെ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് കേട്ടോ, വീട്ടിലാരും ഇല്ല, ആ സമയത്ത് ചെയ്യുന്നതാണേ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മുറിക്കാം കേട്ടോ. കുറച്ച് വേര് നിർത്തി മുറിക്കണേ. ഞാൻ മുറിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം. സാഫ് നല്ലോണം തേക്കണേ. ഞാനിപ്പോൾ വീഡിയോയിലെല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. ഇതാണ് സ്റ്റം കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് സൈഡിലും, ഇത് രണ്ട് കഷ്ണമായിട്ട് വേണം എടുക്കാം. ഞാനിത് ഒന്നായിട്ടാണ് എടുക്കുന്നത്. രണ്ട് വശത്തും സാഫ് നല്ലോണം തേക്കണം കേട്ടോ. എന്നിട്ട് വലിയ ചട്ടിയിൽ ഒത്തിരി മണ്ണിൽ താഴ്ക്കാതെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിത് കുഴിച്ച് വെക്കാവുന്നതാണ്. ഒരു മാസത്തിനൊക്കെ ശേഷമൊക്കെ ചെറിയ നാമ്പ് വരും ഇതിൽ കേട്ടോ. പിന്നെ ഒരു ചെറിയ ലീഫാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേറെ ചട്ടിയിലോട്ട് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും താങ്ക് യു.